ചെയ്യാനോ മുറിച്ചു കളയാനോ ചെറുതാക്കാനോ ഒന്നും കഴിയില്ല. അതൊരു മനസ്സിന്റെ വികാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോ നബിയുടെ ഇണകൾ മുഴുവൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നു. ആരാ ഫാത്തിമ? ഫാത്തിമ ഖിത്അതു ഖബ്ദി. അത് നമ്മൾ മക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫാത്തിമ എന്ന് പറഞ്ഞാൽ എൻ്റെ കരളിൻ്റെ കഷ്ണം. ആരുടെ? ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കരളിൻ്റെ കഷ്ണം ഫാത്തിമ. ഫാത്തിമ പറഞ്ഞാൽ വല്ലത് ഒഴിവാക്കൂ? എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് വിളിക്കാറുള്ള ഫാത്തിമ മോള് പറഞ്ഞാൽ ഒഴിവാക്കൂ അള്ളാഹുവിൻ്റെ റസൂല്? എല്ലാവരും കൂടി ഫാത്തിമൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ലൗ കല്ലംതി അബീകി ഫീ ബിൻതി അബീ ഖുഹാഫ. അബൂ ഖുഹാഫയുടെ മകളുടെ വിഷയം. അബൂ ഖുഹാഫയുടെ മകൾ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഫാത്തിമ നീ ഒന്ന് ഉപ്പയോട് സംസാരിക്കണം, നീ ഒന്ന് ഉപ്പനോടൊന്ന് പറയണം. ഇതൊരു വല്ലാത്ത പ്രശ്നമാണല്ലോ, ശരിയില്ലല്ലോ അല്ലേ? അങ്ങനെ നമുക്കും തോന്നും, എന്താ ഇപ്പോൾ റസൂൽ ആയിഷനെ മാത്രം അങ്ങനെ സ്നേഹിക്കാൻ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്നേഹം എന്നത് മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. എനിക്കോ നിങ്ങൾക്കോ കയ്യോ കത്തിയോ തോക്കോ വെടിയോ എടുത്ത് സ്നേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. കുറേ രക്ഷിതാക്കളുടെ ധാരണ അതാ. അതുകൊണ്ടാണ് കോടതിയിൽ വെച്ച് മജിസ്ട്രേറ്റിന്റെ അടുത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ പല രക്ഷിതാക്കളും കണ്ണും തുടച്ചാൽ പോരാറുള്ളത്. അത് സ്നേഹമെന്ന വികാരത്തിന്റെ ശക്തിയാണ്. അപ്പൊ അതിന്റെ മുമ്പാണ് പണിയെടുക്കേണ്ടത് അർത്ഥം. സ്നേഹം തനിക്ക് അനുകൂലമാകാൻ പണിയെടുക്കേണ്ടത് അതിന്റെ മുമ്പാ. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ റസൂലിനെ ആരും കുറ്റപ്പെടുത്തണ്ട. ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ ഉപ്പയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് ഫാത്തിമ സംസാരിക്കുന്നു. ഫാത്തിമ സംസാരിക്കുമ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മറുപടി കേൾക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലസ്തി തുഹിബ്ബീന മാ ഉഹിബ്. പൊന്നുമോളെ, ഞാൻ ഇഷ്ടപ്പെടുന്നത് നിനക്കും ഇഷ്ടമല്ലേ? ഒറ്റ ചോദ്യമാണ്. എൻ്റെ ഇഷ്ടം, ഞാൻ ഇഷ്ടപ്പെടുന്നത് നിനക്കും ഇഷ്ടമല്ലേ മോളെ? മോളെന്ത് പറയണം? ഫഖാലത്ത് ബല. ഓ, വല്ല സംശയമുണ്ടോ ഉപ്പായിൽ? അങ്ങേക്ക് ഇഷ്ടമുള്ളത് എനിക്കും ഇഷ്ടമാണെന്ന കാര്യത്തിൽ വല്ല സംശയവുമുണ്ടോ ഉപ്പ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത മറുപടി, ഫഅഹിബ്ബഹാ ഫഇന്നഹാ ഹബീബതു അബീക്. അതുകൊണ്ട് മോളെ, നീ ആയിഷയെ ഇഷ്ടപ്പെടണം, കാരണം അവൾ നിന്റെ പിതാവിന്റെ ഇഷ്ടഭാജനമാണ്. സുബ്ഹാനല്ലാഹ്, എന്താ സ്നേഹം! സ്നേഹത്തിന്റെ ശക്തി നോക്കൂ, സ്നേഹത്തിന്റെ ശക്തി നോക്കൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട പുരുഷന്മാരെ, ആണുങ്ങളാണെങ്കിൽ ചെയ്യേണ്ടത് സ്വന്തം ഇണയോട് പറയാൻ സാധിക്കണം, ഐ ലവ് യു. വേറെ പലരോടും പറയും. അവളോടോ ഓളത്ത് ചെന്നാൽ ഭയങ്കരമായി ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലാണ്. മൂപ്പർക്ക് സ്നേഹം അറിയില്ല, സന്തോഷം അറിയില്ല, ചിരിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. പുറത്തേക്ക് ഇറങ്ങിയാലോ കാണുന്ന സകല പെൺകുട്ടികളോട് മൂപ്പര് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചു തരണേ? നിങ്ങൾ സ്വന്തം ഇണയോട് പറയണം ആ വാചകം. അതിനെ ആവർത്തിക്കണ്ടല്ലോ, അത്ര സുഖമുള്ളൊരു വാചകമല്ലല്ലോ. അതുകൊണ്ട് സ്വന്തം ഇണയോട് പറയാൻ സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അറിഞ്ഞോ, തന്റെ ഇണയുടെ മനസ്സിനെ റാഞ്ചിയെടുക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ദീന, ഇത് ഞാൻ പറയുന്നത് വെറും ഒരു റൊമാൻറ്റിക് ലൈഫിനെ കുറിച്ചല്ല. ഇത് ദീനായി പറയുന്നത് മതമാണിത്. അള്ളാഹിന്റെ റസൂല് നമുക്കിങ്ങനെ ജീവിച്ച ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർക്ക് മാത്രമല്ല എന്ത് മാതൃകയുള്ളത്, ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറയുക ഇണയോട്, എനിക്ക് നിന്നെ സ്നേഹമാണ്, വല്ലാത്ത സ്നേഹമാണ്, എനിക്ക് നിന്നെ എന്നൊന്നും പറയണ്ട. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം ഏതാണോ അവളെ വിളിക്കാൻ അത് വിളിച്ചോ, ഒരു കുഴപ്പമില്ല. എത്ര മനസ്സിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന, എത്ര ശക്തിയുള്ള പദം വിളിക്കാൻ പറ്റുമോ അത് വിളിച്ചോ. വെറുപ്പോടെയല്ല, സന്തോഷത്തോടെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. അതാണ് യഥാർത്ഥ. നിങ്ങൾ എത്ര നല്ല സാരി വാങ്ങിക്കൊടുത്തിട്ടും കാര്യമല്ല, എത്ര നല്ല മുന്തിയ പർദ്ദ വാങ്ങിക്കൊടുത്തിട്ടും കാര്യമല്ല. മനസ്സിലായില്ലേ? കൊടുക്കേണ്ടത് കൊടുക്കണം. കൊടുക്കേണ്ടത് എന്താണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഇണകളോട് യുലാത്തിഫു സൗജതഹു വയുമാസിഹുഹ എന്നാണ്. വളരെ സോഫ്റ്റായിട്ടാണ് പെരുമാറുക.
അവരോട് ഇടപഴകും, തമാശ പറയും, ഇഷ്ടപ്പെടുത്തും. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സോഫ്റ്റ്, ലുത്തുഫ് എന്ന് പറഞ്ഞ, ലത്തീഫ് എന്ന് അള്ളാഹിന്റെ സിഫത്ത് പേര് നിങ്ങൾക്ക് അറിയാലോ, അൽ ലത്തീഫ്. എന്താണെന്നറിയോ? അള്ളാഹിനെ പോലെ സോഫ്റ്റായ ഫിനിഷിംഗ് ഉള്ള വേറൊരാളുണ്ടോ? അള്ളൊരു സാധനം ഉണ്ടാക്കിയതിന് ഒരു കുറവ് പറയാൻ ആർക്കും സാധിക്കും. അതാണ് ലത്തീഫ്. ഫിനിഷിംഗ് എന്നൊക്കെ നമ്മൾ പറയാൻ, ഇത് ജപ്പാനിൽ ഉണ്ടാക്കിയ സാധനമല്ല, ഇതിന് മറ്റേതോ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ നമ്മൾ പറയാം ഇത് അതിന് അവിടെ കേട് ഇവിടെ കേട്, ഒരു ഫിനിഷിങ്. അതാണ് എന്ത്? ലുത്തുഫ്. നമുക്കതിന് സാധിക്കണം. ഒരു ജപ്പാൻ മെയ്ഡായിരിക്കണം ആര്? നമ്മൾ അവളുടെ മുമ്പിൽ. ഇന്ത്യൻ മെയ്ഡാകരുത് എന്നർത്ഥം. ഒരു ജപ്പാൻ മെയ്ഡ് എന്ന് വെച്ചാൽ ഒരു കുറവ്, മഷിയിട്ട് തെരഞ്ഞു നോക്കാന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ പണ്ട്. ആ മാതിരി അവൾ തെരഞ്ഞു നോക്കിയാൽ ഒരു കുറവ് ജീവിതത്തിൽ കാണാത്ത വിധം നമുക്ക് ലുത്തുഫ് കാണിക്കാൻ സാധിക്കും. കുറവുണ്ടാവില്ല എന്നല്ല, എന്ത് കുറവും ഒരു സ്ത്രീ സഹിക്കും. എന്ത് കുറവും ഒരു സ്ത്രീയുടെ മനസ്സങ്ങനെ. ഞാൻ അങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എൻ്റെ ഒരു വളരെ അടുത്ത ഒരു വിളിച്ച് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു സംഗതി പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ത് എന്ന് ചോദിച്ചു. ഏറ്റവും ഒന്നാമത്തെ കാര്യം അത് യഥാർത്ഥ സഹോദരന്മാരെ ഇതാണ്. ഞാൻ നേരത്തെ ഒന്നാമതായി പറഞ്ഞ കാര്യമാണ്. അതുണ്ടെങ്കിലോ എന്ത് നമ്മുടെ കുറവും അവരെന്താക്കും? സഹിക്കും. നമ്മൾ ആലോചിക്കുക, എന്തൊക്കെ നമ്മുടെ കുറവുകൾ അവർ പേറുന്നുണ്ട്, സഹിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞതും കൂടി ഉണ്ടെങ്കിലോ, ഒന്നാമത്തെ സ്റ്റെപ്പ് കയറി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയാലോ എന്ത് കുറവ് പെണ്ണുങ്ങൾ സഹിക്കും. കാരണം അള്ളാഹു അവരെ സൃഷ്ടിച്ചത് ആ കോലത്തിലാ. അങ്ങനെ ക്ഷമിക്കാനുള്ള വല്ലാത്ത ഒരു വലിയ മനസ്സ് കൊടുത്താണ് അള്ളാഹു തആല ആരെ സൃഷ്ടിച്ചത്? സ്ത്രീകളെ സൃഷ്ടിച്ചത്. അതെ, ക്ഷമിക്കാനുള്ള, എല്ലാം സഹിക്കാനുള്ള, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വിഭവമായാണ്, ഒരു ചരക്കായാണ്. ഖുർആന്റെ റസൂലുള്ളാഹിന്റെ ഭാഷയാണ് അദ്ദുനിയാ മതാ വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅത്തു സാലിഹ. ദുനിയാവ് ചരക്കാണ്. ദുനിയാവിൽ ഏറ്റവും നല്ല ചരക്ക് നല്ല പെണ്ണ, സാലിഹത്തായ പെണ്ണ. അപ്പോൾ ലുത്തുഫ് കാണിക്കാൻ സാധിക്കണം. ഭയങ്കരമായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കരമായ സ്ട്രോങ് ആയി നിൽക്കുകയല്ല. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു വീട്ടിൽ റസൂല്? അതാണല്ലോ ചോദിക്കണ്ടേ, അല്ലേ? വീട്ടിൽ മൂപ്പര് അവസ്ഥ എന്താ, എങ്ങനെയാണ് മൂപ്പര് എന്നാണല്ലോ ചോദിക്കേണ്ടത്, നമ്മളെ കുറിച്ച് അറിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചു, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലെ അവസ്ഥ? ആയിഷ ബീവി പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഹാകൻ വബസ്സാമ. ദഹാകൻ വബസ്സാമൻ. ദഹിക എന്ന് പറഞ്ഞാൽ ചിരിയാണ്. ബസമ, ഇബ്തസമ, ബാസിം എന്നൊക്കെ പറഞ്ഞാലും ചിരിക്കുന്നവനാണ്, ചിരിയാണ്. പക്ഷേ അറബിയിൽ രണ്ട് ചിരിയും വ്യത്യാസമാണ്. എല്ലാ സന്തോഷങ്ങളും ഉൾക്കൊണ്ട ചിരിയായി. ഇബ്തസമ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു ചിരി ഉണ്ടല്ലോ, മുഖത്ത് ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയും. ഓ, ദഹിക്ക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ചിരിയും. നമുക്ക് ചില ആൾക്കാരെ കണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ തന്നെ പറയല്ലോ, മുമ്പര് നല്ല ചിരിക്കണമെന്ന് പറയല്ലോ, അങ്ങനത്തെ ചിരിയല്ല. ദഹാകൻ വബത്തിസാമൻ. ഓ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അങ്ങനെ ശരിയാണ്, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. പ്രശ്നം പേറാണല്ലോ പുരുഷനെ സൃഷ്ടിച്ചത്, അല്ലേ? എനിക്കിപ്പോൾ അങ്ങനെ ചിരിക്കാൻ കഴിയുമോ? എല്ലാ സമയത്തും ഞാനിങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങളോ ആയിട്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത്. അപ്പോൾ അവളെന്തിനാണ് ഇങ്ങനെ, ഞാൻ ഇങ്ങനെ മൂന്ത കറുപ്പിച്ചു എന്ന് വിചാരിച്ചാൽ അവളെന്തിനാ മൂന്ത കറുപ്പിക്കണമെന്നാ ചോദിക്കല്. എന്താ മൂപ്പർക്ക് മുഖമൊക്കെ കറുപ്പിച്ച് എന്തും ചെയ്യാ, തിരിച്ചെന്ത് പാടില്ല? കണ്ണാടി മാറ്റേണ്ടി വരും. നമ്മൾ കണ്ണ് നോക്കണ മിററില്ലേ, മുഖം നോക്കണേ മാറ്റേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ സൃഷ്ടിച്ചത് എന്തിനാ? പേറാനാണ്, ഭാരങ്ങൾ പേറാനാണ്, ഉത്തരവാദിത്തങ്ങൾ പേറാണ്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما انفقوا من اموالهم. നമുക്ക് സാധാരണ അറിയുന്ന ആയത്തല്ലേ, നമ്മൾ പലപ്പോഴും സ്ത്രീകളുടെ മുമ്പിൽ ഓതാറുണ്ടല്ലോ. അള്ളാഹു റസൂൽ പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞത് الرجال قوامون على النساء, ഞാൻ നിന്നെ ഭരിക്കും, ഞാൻ പറഞ്ഞത് നീ കേട്ടോ, അനുസരിച്ചോ. നമ്മൾ വിചാരം അതാണ് ഖവ്വാമൂന. അല്ല, ഖവ്വാമൂൻ എന്താ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്. പുരുഷ സ്ത്രീക്ക് നൽകാത്ത ശാരീരികമായ ഒരുപാട് സവിശേഷതകളും ഗുണങ്ങളും ആക്റ്റീവ് ആകാനുള്ള പലതരം പ്രോഗ്രാമുകളും നിന്നിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച പുരുഷനെ എന്താകാൻ പാടുള്ളൂ? ഖവ്വാമാകാൻ പാടുള്ളൂ.
അതാണ് ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അല. രണ്ടോ വബിമാ അൻഫഖു മിൻ അംവാലിഹിം, അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചു. അപ്പൊ അധ്വാനിക്കണം, സമ്പത്തുണ്ടാക്കണം, ജോലി ചെയ്യണം, ഗൾഫ് പോകേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും, എന്നാലേ എന്താവുള്ളൂ, പുരുഷനാവുള്ളൂ. അവനാണെന്ത്, പുരുഷൻ. അല്ലാതെ ഒരു ജോലി ചെയ്യാതെ വീട്ടിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുക. നമ്മളെ നാട്ടിലൊക്കെ കാണാൻ ചില കുടുംബത്തിലൊക്കെ പെണ്ണുങ്ങൾ പണിക്ക് പോകും, ആണുങ്ങളോ ഓലിങ്ങനെ വല്ല അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ പീഡിയക്കോലായിൽ, അങ്ങാടിയിൽ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ. ഇവന് ഖവ്വാമൂന എന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ? പറ്റൂല. ഖവ്വാമൂന ആരാ? നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് പ്രയാസപ്പെട്ട ഈ പ്രവാസ ലോകത്ത് ദുബായിൽ വന്നത്. വല്ല ഇഷ്ടം ഉണ്ടായിട്ടാ? അല്ലല്ലോ, അല്ലല്ലോ. ഇഷ്ടമായിട്ട് വന്നതാ? അല്ല. പ്രയാസത്തോടു കൂടെ ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണവരും വളരെ കുറച്ച് ആൾക്കാരാ. പക്ഷെ അൽഹംദുലില്ലാഹ് നമുക്ക് സമാധാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ റിസ്ക് അല്ലാഹു വെതറിയത് ഇവിടെയാണ്. നമ്മൾ പോയി പൊറുക്കല്ലാതെ നിവൃത്തിയില്ല, പൊറുക്കിയെടുക്കണം. ആ പൊറുക്കാൻ നമുക്ക് വിസമ്മതം പാടില്ല. അങ്ങനെയാണ് പുരുഷനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രയാസങ്ങളെ പുരുഷൻ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. എന്നിട്ട് പ്രകടിപ്പിക്കണം. എന്ത്? ചിരിക്കണം, പുഞ്ചിരിക്കണം, അങ്ങനെയൊക്കെ ആകണം. അതാണ് യഥാർത്ഥത്തിലുള്ള രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് അതാണ് പുരുഷത്വവും. നേരെ മറിച്ച് അങ്ങാടിയിലൊക്കെ ചെന്നാൽ, സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചെന്നാൽ നമ്മളെന്താ, ഹായ് പുള്ളി ഭയങ്കര വിറ്റൊക്കെ അടിച്ച്, എന്താ കേൾക്കണ്ടേ, പുള്ളിയുടെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ എന്തൊരു രസമാണ്, ടൈം പാസിങ്ങിന് ഓനെ കിട്ടണം എന്നാ പറയാം. വീട്ടിൽ ചെന്നാലോ, വീട്ടിൽ ചെന്നാൽ മൂപ്പര് ഭയങ്കര ഗൗരവത്തിൽ സംസാരിച്ചുകൂടാ, കുട്ടികളെ കണ്ടുകൂടാ, കുട്ടികളെ മുമ്പിൽ ചെന്നാൽ ഭയങ്കര സ്ട്രിക്റ്റ്. ഇതൊന്നും പറ്റൂല, ഇതൊന്നും ജീവിതമല്ല. പുരുഷനാകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രീതി അതാണ്. അറിയില്ലേ നിങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുമായി നടത്തിയ ഓട്ടപ്പന്തയ മത്സരം. ആയിഷ റളിയല്ലാഹു അൻഹായുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിലാണ്. സാധാരണ യാത്ര പോകുമ്പോൾ നബി ഇങ്ങനെ നറുക്കിടും. നറുക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാ ഭാര്യമാരെയും പേരെഴുതിയിട്ടൊരു നറുക്കിടും. എന്നിട്ട് ആർക്കാണോ കിട്ടുന്നത് അവരാണെന്ത് പോവുക, യാത്രയിൽ പോവുക. ആ പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ കിട്ടിയത്. ആയിഷ റളിയല്ലാഹു അൻഹയായിട്ട് നബി ഇങ്ങനെ പോവുകയാണ്. അന്ന് ആയിഷ ചെറിയൊരു കുട്ടിയാണ്, വല്ലാണ്ടൊന്നും പ്രായമായിട്ടില്ല. ആ സന്ദർഭമാണ്. അപ്പോൾ വഴിയിൽ ഇങ്ങനെ ഒട്ടകപ്പുറത്തും നടന്നുമൊക്കെയുള്ള യാത്ര. അങ്ങനെ സമൂഹത്തിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുമ്പോൾ കുറേ എത്തിയപ്പോൾ നബി സമൂഹത്തോട് പറഞ്ഞു, സഹാബികളൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ കുറച്ച് മുമ്പ് പോയിക്കോളി, ഞങ്ങളൊന്ന് വരാം. അതാണ് ജീവിതം. അങ്ങനെയൊക്കെയാണ്. കുറച്ചൊറ്റയ്ക്ക് ജീവിക്കണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ഒന്ന് അടുക്കി, നമ്മൾ വരാം. ആരാ നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനും ആയിഷയും. അങ്ങനെ അവരൊക്കെ മുമ്പോട്ട് പോയി. കുറേ കണ്ണ് കാണാത്ത ദൂരത്തെത്തി. ഇങ്ങോട്ട് നോക്കിയാൽ തിരിച്ചു കാണൂല എന്നുള്ള ദൂരത്തെത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിച്ചു, ആയിഷ തുസാബിഖീനനി, ആയിഷ നീ എന്നോട് മത്സരിക്കാനുണ്ടോ, ഓട്ടപ്പന്തയത്തിനുണ്ടോ? സുബ്ഹാനല്ലാഹ്, എന്താ ചോദ്യം! മരുഭൂമിയിലെ ഓട്ടപ്പന്തയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദിക്കണേ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. അതാണ് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇണയോട് ചോദിക്കുന്നു, നീ ഉണ്ടോ, നമ്മളൊന്ന് ഓടി നോക്ക്, ആരാ ജയിക്കാൻ, നമുക്ക് ഇതുവരെ ചോദിക്കാൻ തോന്നിയണോ? അതൊന്നും ചോദിച്ചുകൂടാ, അങ്ങനെ നയിക്കൂടാ. ആയിഷ പറഞ്ഞു റെഡി. അങ്ങനെ അവർ രണ്ടുപേരും തസാബഖ, ഓടി. ആലോചിച്ച് നോക്കൂ, അതൊരു സംഭവമല്ലേ. ജയിച്ചതാര് തോറ്റതാര് എന്നുള്ള വിഷയം ഓടി. ചരിത്രം നിങ്ങൾക്ക് അറിയണ്ടാവും. എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് എന്ന് പറയുന്നത്, ബാക്കി നിങ്ങൾ മനസ്സിലാക്കിക്കോ. അല്ലേ? എന്താ സംഭവിച്ചത്? ആ പ്രാവശ്യം ഒരു തോൽവിയുണ്ടായി. സ്വാഭാവികമാണ്, ചെറിയ കുട്ടിയല്ലേ, തോറ്റുപോകും. പിന്നെ ഇതേമാതിരി മറ്റൊരു സംഭവം ഉണ്ടാകുകയാണ്. അന്ന് ആയിഷ കുറച്ച് തടിച്ച് കൊഴുത്തൊക്കെ ചെയ്ത് ഉഷാറായിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കൂടെ നിന്ന് കുറച്ച് തിന്നും കുടിച്ചൊക്കെ ചെയ്ത് തിന്നാൻ കിട്ടണമൊക്കെ കുടിച്ച് ഉഷാറായിട്ടുണ്ട്. രണ്ടാമത്തെ തവണ ആയിഷ നബിനോട് ചോദിക്കുക, ഉണ്ടോ, നമുക്കൊന്ന് ഓടി വെക്കല്ലേ? ഇങ്ങോട്ടൊരു ചോദ്യം. ഓടുകയാണ്. റെഡി. നബി ഓടി. നമ്മൾ റെഡി ഓടാൻ. നബി തോറ്റു. അപ്പം പറഞ്ഞു, ഇത് അന്നത്തേന് പകരമാണ്. ആലോചിച്ച് നോക്കൂ, എന്താ ജീവിതം! ഇതല്ല ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, ഇതായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വീട്ടിനകത്ത് നമ്മൾ ആരാ? വീട്ടിനകത്ത് നമ്മൾ ഇണയാണ്. പുറത്ത് ഞാൻ വലിയ ഡോക്ടറായിരിക്കും, എഞ്ചിനീയറായിരിക്കും, മാനേജറായിരിക്കും, വലിയ ഉദ്യോഗസ്ഥനായിരിക്കും. പക്ഷെ വീട്ടിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ എന്താണ്ട, ഡോക്ടറാകണ്ട, എഞ്ചിനീയർ ആകണ്ട, ഉദ്യോഗസ്ഥനാകണ്ട, വക്കീലാകണ്ട, പോലീസാകണ്ട.